ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SIT-യുടെ അന്വേഷണ സംഘം വിപുലീകരിക്കും. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, SIT-യുടെ ആവശ്യമാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് അല്ലേ? എത്ര ഉദ്യോഗസ്ഥരെയാണ് ചേർക്കുക? SIT ഏത് അർത്ഥത്തിലാണ് വിപുലീകരിക്കുക? അജിംഷാദ്, നിലവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിക്കാനാണ് ഹൈക്കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഇത് അതായത് അന്വേഷണ സംഘം വിപുലീകരിക്കേണ്ട ആവശ്യമുണ്ട്. അംഗബലം കൂട്ടണമെന്നൊരു ആവശ്യം ഹൈക്കോടതിയിൽ SIT ഡിവിഷൻ ബെഞ്ചിൽ ഉപഹർജിയായി നൽകിയിരുന്നു. ഈ ഹർജി അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. കാരണം ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ കൂടുതൽ തെളിവ് ശേഖരണം ആവശ്യമായി വരുന്നു. കൂടുതൽ പേർ പ്രതികളാകുന്നു. അങ്ങനെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ വിശാലമായ രീതിയിൽ അന്വേഷണം പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്നൊരു ആവശ്യം SIT മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേരെ കൂടി ഉൾപ്പെടുത്തി 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘം വിപുലീകരിക്കാൻ കോടതി അനുമതി നൽകിയിട്ടുള്ളത്. ഒപ്പം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ SIT അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുണ്ട്. അതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർക്കേണ്ട വാർത്തയാണ്. എന്തായാലും അന്വേഷണ സംഘം വിപുലീകരിക്കും. SIT-യുടെ ആവശ്യം അംഗീകരിച്ചു. ഉപഹർജിയായി SIT-യുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിൽ വിപുലീകരിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. 2 ഉദ്യോഗസ്ഥരെ കൂടി ആയിരിക്കും SIT ഈ വിപുലീകരണത്തിനായി ചേർക്കുക, ഉപയോഗിക്കുക. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് തിയോഫിൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.